നമസ്കാരം. ആദിപരാശക്തിയായ ജഗദംബിക കുടികൊള്ളുന്ന ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ദിവസമാണ് കുംഭത്തിലെ മകം. ഇത്തവണത്തെ മകം തൊഴൽ മാർച്ച് 2 തിങ്കളാഴ്ചയാണ്. മകം നാളിൽ ക്ഷേത്രത്തിലെത്തി സങ്കടമുണർത്തുന്ന ഭക്തരുടെ മേൽ ദേവി അനുഗ്രഹം ചൊരിയുമെന്നാണ് വിശ്വാസം. അമ്മേ നാരായണ. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കുടിയേറി 7-ാം ദിവസമാണ് മകം തൊഴൽ, വിശ്വപ്രസിദ്ധമായ മകം തൊഴൽ. യതിവരനായ വില്ലോകത്ത് സ്വാമിയാർ ഇവിടെ കുംഭമാസത്തിലെ മിഥുന ലഗ്നത്തിൽ ഇവിടെ എത്തിയപ്പോൾ ഭഗവതി അദ്ദേഹത്തിന് സർവാഭരണ വിഭൂഷിതയായിട്ട് ദർശനം നൽകുകയും തന്നെ ഈ സമയം ദർശിക്കുന്ന പെൺകുട്ടികൾക്ക് നല്ല വരനെയും നല്ല സ്ഥല സന്തതികൾ ലഭിക്കുമെന്നും വിവാഹിതരായ നെടുമകലിയുള്ള സ്ത്രീകൾക്ക് ദീർഘ ദാമ്പത്യവും സ്ഥല സന്തതികളും കിട്ടുമെന്നും മറ്റുള്ളവർക്ക് സമസ്ത ഐശ്വര്യം കിട്ടുമെന്നും അരുളി ചെയ്തു. ഈ സങ്കല്പത്തിലാണ് ഇന്നും മകം തൊഴൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മകം തൊഴലിലെ ഒരു ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് തന്നെ വേണമെങ്കിൽ പറയാം, 1.5 ലക്ഷം ആൾക്കാർ ഈ 2 മണിക്കും 9 മണിക്കും ഇടയ്ക്കാണ് ഈ മകം തൊഴൽ. 2 മണിക്കും 9:30 ഇടയ്ക്ക് ഏതാണ്ട് 1.5 ലക്ഷം ആൾക്കാർ തൊഴുതു പോകുന്നുണ്ട്. ഓരോ വർഷം കഴിയും തോറും ഈ വരുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ അനുഭവങ്ങളാണ് അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇത് പറയുന്നത്. ഓരോ വർഷം ധാരാളം പേര് പറയാറുണ്ട്. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കാണുന്നതിനേക്കാളും ഇരട്ടി ഭക്തജനങ്ങൾ ഇന്ന് മകം തൊഴാനെത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശവിദേശങ്ങളിൽ നിന്ന്, മലേഷ്യ, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന്, മലേഷ്യ, അങ്ങനെ പല ഭാഗത്തു നിന്നും സ്ഥിരമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ധാരാളം അറിയാം. ഈ മകം തൊഴലിന് സാധാരണ നട തുറക്കുന്ന സമയത്ത് 6 പേര് ഉണ്ടാവണം എന്നാണ് പഴയ കാലത്ത് പറയുക. തന്ത്രി, മേശാന്തി, ഊരാളൻ, ബ്രാഹ്മണിയമ്മ, സമ്മന്തിമാരാര്, കഴകക്കാർ, ഈ 6 പേരാണ് അവിടെ ഉണ്ടാവേണ്ടത്. ഞങ്ങളുടെ ഊരാളഗ്രഹമായ പള്ളിപ്പുറത്ത് ഞങ്ങളുടെ അവിടുത്തെ സ്ത്രീകൾക്ക് ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ കൊടിയെറുങ്ങുന്നവരെ വരാൻ നിർവാഹമില്ല. അവർക്ക് മകം തൊഴാൻ വേണ്ട. അവരവിടെ വരുന്ന ആൾക്കാരെ പരിപാലിച്ചാൽ മതി എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് കൊടിയേറി 2-ാം ദിവസം ഭഗവതി അവിടെ വന്ന് ഇറക്കി അവിടുന്ന് കയറ്റി എഴുന്നള്ളിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും മുതിർന്ന അന്തർജനത്തോട് 3 പ്രാവശ്യം കയറ്റിക്കൊണ്ട് അരിയത്തിനെ മേടിച്ചിട്ടാണ് അവർ കയറ്റി എഴുന്നള്ളിക്കുന്നത്. അപ്പം അങ്ങനെ അവർ വേണ്ട. പക്ഷെ ഞങ്ങൾ പുരുഷന്മാർക്ക് എല്ലാ നിർബന്ധമായിട്ട് തൊഴുകയും വേണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചടങ്ങ്. അതിൽ ഏറ്റവും കാരണവർ അല്ലെങ്കിൽ കാരണവർ പ്രതികരിക്കുന്നവരാണ് ഈ മകം തൊഴലിന് ഈ 6 പേരിൽ തന്ത്രി, മേശാന്തി, ഊരാളൻ, ബ്രാഹ്മണിയമ്മ, കഴകക്കാരൻ, സമ്മന്തിമാരൻ, ഈ 6 പേരിൽ ഒരാളായിട്ട് നിൽക്കേണ്ടത്. ഇങ്ങനെയാണ് പറയുന്നത്. ഈ പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് പല കാരണം കണ്ട് മകം തൊഴാൻ എത്താൻ പറ്റാറില്ല, തിരക്ക് കാരണം, മറ്റു കാരണങ്ങളും, അപ്പൊ എന്ത് ചെയ്യണമെന്ന് ചോദിക്കേണ്ടത്. എല്ലാം കഴിവതും ഭഗവതിയെ മനസ്സ് സ്മരിച്ചുകൊണ്ട് ആ സമയത്ത് നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഭഗവതിയുടെ ഒരു ചിത്രം, ഫോട്ടോ ഉണ്ടാവുമല്ലോ, അതിന് മുമ്പിൽ വിളക്ക് വെച്ച് ഭഗവതിയെ സ്മരിച്ചുകൊണ്ട് ആ 2 മണി 3 മണി ആ നട തുറക്കുന്ന സമയത്ത് കൃത്യം 2 മണിക്കാണ് നട തുറക്കുക. ആ സമയത്ത് ഭഗവതി തൊഴുക. അവർ രാവിലെ ഈ മകത്തിനന്ന് ഗുണക്കുടിച്ചതെന്ന് ഇവിടെ വന്ന് ക്ഷേത്രടങ്ങിന് ശേഷം ഒരു ശ്രീഭൂതബലിയുണ്ട്, അത് കഴിഞ്ഞ് നടയടയ്ക്കും. പിന്നെ 2 മണിക്ക് ഭഗവതി പ്രത്യേകമായ ഗോളകയിൽ, വിശേഷാൽ ഗോളക, അത് മകത്തിനെ വിഷു അങ്ങനെ മാത്രമേ ചാർത്തുള്ളൂ, വിശേഷ അലങ്കാരങ്ങളോടെ ആണ് നട തുറക്കുക. അപ്പൊ ആ സമയത്ത് ഭഗവതി ദർശിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പൊ അവര് ആ സമയത്ത് അവരവരുടെ കുടുംബത്തില് ഭഗവതിയുടെ ഫോട്ടോന് മുമ്പിലോ വിളക്ക് വെച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കുക, നാമം ജപിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ തന്നെയാണ് അവർക്ക് പറയാനുള്ളൊരു പ്രധാന കാരണം. മകം തൊഴാനായി നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് തലേ ദിവസം തന്നെ എത്തുക. മകം തൊഴാനെത്തുന്ന ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നമസ്കാരം. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മകോത്സവം 2-ാം തീയതി, മാർച്ച് 2-ാം തീയതി 2 മണി മുതൽ 9 മണി വരെയുള്ള സമയങ്ങളിൽ ആളുകൾക്ക് ദർശനം നൽകിക്കൊണ്ട് ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ മുൻകരുക്കങ്ങളെല്ലാം ദേവസ്വം ബോർഡും പോലീസ് അധികാരികളും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ അധികാരികളെല്ലാം ചേർന്ന് പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച് ഇന്ന് രാവിലെ ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിൽ അവസാനമായി നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനമെടുത്തിട്ടുള്ളതാണ്. അതനുസരിച്ച് 2-ാം തീയതി രാവിലെ മുതൽ നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടത്തി മുന്നോട്ട് ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കൂടി അമ്മയെ ദർശിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഈ തവണത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, തദ്ദേശവാസികളായ ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന തദ്ദേശവാസികളായ ആളുകൾക്ക് ഒരു പ്രത്യേക ക്യൂ സംവിധാനത്തിലൂടെ കടത്തിവിടുന്നതെന്ന് പഞ്ചായത്ത് അധികാരികളുടെ ഒരു അപേക്ഷയുണ്ടായിരുന്നു. ആയത് പ്രകാരം നമ്മൾ അതിനുള്ള ഒരു ക്യൂ സംവിധാനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പൂർണ്ണമായും വിജയിക്കും, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിൻ്റെ കുറച്ച് ഭക്തജനങ്ങളുടെ ആ രീതിയിലും നമുക്ക് ഭഗവതിയെ ദർശിക്കുവാനുള്ള സൗകര്യമൊരുക്കാവുന്നതാണ്. കൂടാതെ എല്ലാ
ഇതിലും നിങ്ങളുടെ എല്ലാവരുടെയും ഭക്തരുടെ എല്ലാ ഭാഗത്തുനിന്നുള്ള സഹകരണം ഉണ്ടാകുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അമ്മേ നാരായണ. ഈ വർഷത്തെ 2026 മാർച്ച് 2-ാം തീയതി വിശ്വപ്രസിദ്ധമായ മകൻതൊഴൽ ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും കേരള പോലീസും ക്ഷേത്ര ഉപദേശ സമിതിയും സംയുക്തമായി സഹകരിച്ച് നമ്മുടെ ചോറ്റാനിക്കര അമ്മയുടെ എല്ലാ ഭക്തർക്കും വളരെ ഉചിതമായും സൗകര്യപ്രദമായും വന്ന് തൊഴുന്നതിനും അമ്മയുടെ അനുഗ്രഹം മേടിക്കുന്നതിനും വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ പടിഞ്ഞാറേ നടയിലൂടെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും തുടങ്ങി പടിഞ്ഞാറേ നടയിലൂടെ അകത്തേക്ക് സ്ത്രീജനങ്ങളുടെ ക്യൂ സിസ്റ്റം വരുന്നതും ജനറലായിട്ടുള്ള ക്യൂ വടക്കേ പൂരപ്പറമ്പ് വഴി വന്ന് അകത്തേക്ക് വരുന്നതും തദ്ദേശവാസികൾക്കായി ഒരു ക്യൂ തെക്കേ പൂരപ്പറമ്പിന്റെ ഭാഗത്ത് കല്യാണ മണ്ഡപത്തിന്റെ ഭാഗത്ത് നിന്നും അകത്തേക്ക് അതും എല്ലാ സൗകര്യപ്രദമായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട വെള്ളം, കുടിവെള്ളം, അതുപോലെ തന്നെ ലഘുഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വളണ്ടിയർമാർ അത് വേണ്ട രീതിയിലെല്ലാം സഹായ സഹകരണങ്ങളും ചെയ്തു വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അതവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവും. ആയത് ഭക്തജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കൂടാതെ വരുന്ന ഭക്തജനങ്ങൾ ഒരു തിക്കും തിരക്കും കൂട്ടാതെ വളരെ സൗമ്യമായും സംയമനം പാലിച്ചും തിരക്കില്ലാതെയും വളണ്ടിയർമാരുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്റ്റാഫുകളുടെയും പോലീസ് അധികാരികളുടെയും എല്ലാം നിർദ്ദേശങ്ങൾ പാലിച്ച് വളരെ പതുക്കെ അധികം തിരക്ക് കൂട്ടാതെ വന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിപ്പോകണം. എല്ലാവരും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം. കൂടാതെ വരുന്നവർക്കെല്ലാവർക്കും പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്കൂൾ ഭാഗത്തും അതുപോലെ മറ്റ് പല സ്ഥലത്തുമായി ബയോ ടോയ്ലറ്റ് സംവിധാനം ഒരുക്കുന്നുണ്ട്. അതും ഭക്തജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട്, പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ വഴിപാടുകൾ അന്നത്തെ ദിവസം പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ പറനിറയ്ക്കൽ, അതാണ് പ്രധാനം. അപ്പോൾ അതെല്ലാം അന്നത്തെ ദിവസം 2 മണി മുതൽ ചോറ്റാനിക്കര പ്രസിദ്ധമായ മകൻതൊഴൽ 2 മുതൽ 9 വരെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ സമയത്ത് വന്ന് എല്ലാവരും വളരെ ഭംഗിയായി തിരക്കൊന്നും കൂട്ടാതെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങി എല്ലാവരും പോകണം. നിങ്ങൾക്ക് എല്ലാവർക്കും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അമ്മേ നാരായണ. അമ്മേ നാരായണ. വിശ്വപ്രസിദ്ധമായ ചോറ്റാനിക്കര ഭഗവതിയുടെ മകം ഉത്സവം ഈ വരുന്ന മാർച്ച് 2 നടക്കുകയാണല്ലോ. കൊച്ചിൻ ദേവസ്വം ബോർഡും ചോറ്റാനിക്കര ക്ഷേത്ര ഉപദേശ സമിതിയും ചേർന്ന് വളരെ വിപുലമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഭക്തജനങ്ങൾക്ക് വേണ്ടി പടിഞ്ഞാറേ നടയിലുള്ള ക്യൂവിലൂടെ സ്ത്രീ ജനങ്ങളെയും വടക്കേ നടയിലുള്ള ക്യൂവിലൂടെ ജനറൽ ക്യൂവുമാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി ആവശ്യത്തിനുള്ള ഭക്ഷണവും മറ്റും സമിതിയുടെ മേൽനോട്ടത്തിലും ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലും നമ്മൾ കരുതിയിട്ടുണ്ട്. എല്ലാവരെയും ഭഗവതിയുടെ മണ്ണിലേക്ക് സാധനം ക്ഷണിക്കുകയാണ്. ഭക്തർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഒരുക്കുവാൻ സമിതിക്കും ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടുണ്ട്. വേറെ എല്ലാവരെയും അമ്മ അനുഗ്രഹിച്ച് എല്ലാവരും സന്തോഷപൂർവ്വം തൊഴുതു മടങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മകം ദിനത്തിൽ രാവിലെ 5:30 ഓണക്കുറ്റിച്ചിറയിൽ ആറാട്ട്, ഇറക്കിപ്പൂജ, ആറാട്ടുകടവിൽ പറകൾ സ്വീകരിച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. വരുന്ന വഴി ചോറ്റാനിക്കര NSS കരയോഗത്തിന് മുൻവശം പറകൾ സ്വീകരിക്കുന്നതാണ്. തുടർന്ന് മകം എഴുന്നള്ളിപ്പ്, തുടർന്ന് ചോറ്റാനിക്കര മുരളീധരമാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം. ഉച്ചയ്ക്ക് 1 മുതൽ 3 വരെ സ്പെഷ്യൽ നാദസ്വരം. തുടർന്നാണ് വിശ്വപ്രസിദ്ധമായ മകം തുഴൽ. രാത്രി 11 മണിയോടെ മങ്ങാട്ട് മനയിലേക്ക് പുറപ്പെട്ട് ഇറക്കിപ്പൂജ, തിരികെ ക്ഷേത്രത്തിലെത്തി മകം വിളക്കിനെഴുന്നള്ളിപ്പ്. വിവാഹം വൈകുന്നവർ, പരീക്ഷകളിൽ ഉന്നത വിജയം കാംക്ഷിക്കുന്നവർ, രോഗദുരിതങ്ങളിൽ കഷ്ടപ്പെടുന്നവർ, ബാധ ഉപദ്രവമുള്ളവർ, ഇവരെല്ലാം മകം തൊഴുന്നത് ഐശ്വര്യപ്രദമെന്നാണ് വിശ്വാസം. സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായി മകം തൊഴാനെത്തുന്നത്.